കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. മലയോരത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഞായറാഴ്ച പുലർച്ചെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നീലേശ്വരത്ത് വ്യാപക നാശനഷ്ടം സംഭവിച്ചു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളും നിലംപൊത്തി. പുലർച്ചെയുണ്ടായ മഴയ്ക്കൊപ്പമാണ് നാശം വിതച്ച് ചുഴലിക്കാറ്റും ആഞ്ഞടിച്ചത്. കോട്ടപ്പുറം, ആനച്ചാൽ, മന്നമുറം പ്രദേശങ്ങളിലാണ് കൂടുതലും നാശനഷ്ടമുണ്ടായത്. കോട്ടപ്പുറം അച്ചാന്തുരുത്തി റോഡിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടിവീണു. മന്നമ്പുറം ദേശീയപാത റോഡിൽ മരം പൊട്ടിവീണ് ഗതാഗതം നിലച്ചു. നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. നാട്ടുകാരുടെ സഹകരണത്തോടെ ഫയർഫോഴ്സ്, പോലീസ്, ഇലക്ട്രിസിറ്റി ജീവനക്കാർ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചുഴലിക്കാറ്റ് വീശിയത് പുലർച്ചെ വാഹന ഗതാഗതം കുറഞ്ഞ സമയമായതിനാൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മലയോരത്തും കനത്ത മഴ തുടരുകയാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ കാറ്റാങ്കവലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 4 കുടുംബങ്ങളിലെ 22 പേരെ പറമ്പ LP സ്കൂളിൽ പാർപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പനത്തടി വില്ലേജിലെ വാർഡ് 8 കുണ്ടുപള്ളി എന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് 2 കുടുംബങ്ങളെ സുരക്ഷിതമായ മറ്റ് വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് ബൈപ്പാസ് റോഡിലെ ചെക്ക് ഡാം പാലത്തിന് മരവും ചവറുകളും അടിഞ്ഞ് ചുറ്റുവട്ടത്തെ പറമ്പുകളിലും കിണറുകളിലും വെള്ളം കയറി. ബേളൂർ വില്ലേജിൽ ഒടയഞ്ചാൽ വളവിൽ വീട്ടിൽ മനോജ് എന്നാളുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ആളപായമുണ്ടായിട്ടില്ല. വീട് വാസയോഗ്യമല്ലാതായതിനാൽ താമസക്കാരായ 5 പേരെ സമീപത്തുള്ള ബന്ധുവീട്ടിലേക്ക് മാറ്റി. കാര്യങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ പുഴകളുടെ തീരത്തിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. പുഴകളിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും പുഴകളിൽ ഇറങ്ങാനോ മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.